അയ്യോ, അച്ഛനല്ലേ നിക്കുന്നേ? എന്നാ പറ്റി? എവിടെ പോയി? എന്റെ ഫോൺ എന്റെ ഫോൺ നടി എനിക്ക് വേണം. ഇത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളതാ. അച്ഛാ ഫോൺ തരാൻ പറഞ്ഞേ. അവർക്ക് മൊബൈൽ ഇരിക്കട്ടെ, അവർക്ക് ക്ലാസ് ഉള്ളതല്ലേ. എനിക്ക് ഗെയിം കളിക്കല്ലോ അല്ലേ. നിങ്ങളിവിടെ നോക്കിയിരുന്നു കേട്ടോ. അച്ഛനെ ഇവിടെ കാണാനില്ല. അച്ഛന് പ്രായമായി വരികയല്ലേ, ആര് പറഞ്ഞാലും കേൾക്കില്ല. ശീലങ്ങൾ മാറ്റാൻ പറ്റുമോ? ശീലങ്ങളൊന്നും മാറ്റണ്ട. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചോ എന്നോടൊന്നും പറയണ്ട. എടി, ചേട്ടനോട് വരാൻ വന്നിട്ടുണ്ട്. അച്ഛന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാം. അച്ഛനെ എവിടെ നിന്നാ കിട്ടിയത്? ടൗണിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ തളർന്നിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ സമയത്ത് കണ്ടത് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചേനെ. അച്ഛൻ എവിടെയെങ്കിലും പോണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാ പോരെ അച്ഛാ. ഞാൻ ഇവിടെ അടുത്തല്ലേ താമസിക്കുന്നത്. എന്താ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ആശുപത്രി പോകണോ? ആശുപത്രി കുടിക്കാന്താ. അച്ഛൻ നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. അപ്പഴേ എന്തായാലും അച്ഛന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാം. അച്ഛനെ നോക്കാൻ പറ്റും. അച്ഛനെ എനിക്ക് നോക്കണമെന്നുണ്ട്. പക്ഷേ പ്രായമായി അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നമുക്കുണ്ടെ നോക്കാൻ പറ്റുമോ? പിള്ളേരും പള്ളിപ്പടിക്ക് പോകുന്നവരല്ലേ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു സാഹചര്യത്തിൽ അച്ഛനെ നമുക്ക് വല്ല അനാഥാലയത്തിൽ ഏൽപ്പിച്ചാലോ? എതിരെ പോയത്? അച്ഛൻ പിന്നെയും പോയോ? ചേട്ടാ, ഇവിടെ ഈ പുത്തമ്പരയ്ക്കൽ കാർത്യായനി മുത്തശ്ശിയുടെ വീട് അറിയുമല്ലോ. മുത്തശ്ശിയുടെ ആരാ? മുത്തശ്ശിയുടെ കൊച്ചുമാന, അത് മകന്റെ മകനാ. മുത്തശ്ശി മരിച്ചു പോയല്ലോ. മരിച്ചുപോയോ? ഓ, ഞാൻ അറിഞ്ഞില്ല.
ഹൈറേഞ്ചിൽ താമസിക്കുന്ന മുരളിച്ചേട്ടനല്ലേ? അതെ. ആ, പറഞ്ഞു വന്നാൽ നമ്മുടെ സ്വന്തക്കാരാ. ഞാൻ മുത്തശ്ശിയുടെ മോളുടെ മോനെ. എടാ ജയൻ. ആ നമുക്ക് വീട്ടിൽ പോകാം. ശരി. മുത്തശ്ശി മരിക്കാൻ നേരത്തെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുരളിച്ചേട്ടനെ ഒന്ന് കാണാൻ. എന്നെ വലിയ കാര്യമായിരുന്നു. അവസാനം എനിക്ക് മുത്തശ്ശിനെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. ഒടുവിൽ മുരളിച്ചേട്ടന്റെ പേരിൽ ഈ വീടും സ്ഥലവും വിൽപ്പത്രം എഴുതി വെച്ചിട്ടാണ് മുത്തശ്ശി മരിച്ചത്. ഹൈറേഞ്ചിലൊക്കെ എന്തുണ്ട് വിശേഷം? മക്കളൊക്കെ സുഖമായിരിക്കുന്നു. മുത്തശ്ശി മരിച്ചതിന്റെ സങ്കടം ഞങ്ങൾക്കും ഉണ്ട്. നമുക്ക് എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഞാനൊന്ന് വിശ്രമിക്കട്ടെ. ഞാൻ വരാം. അല്പനേരം ഒന്ന് വിശ്രമിക്കട്ടെ. അച്ഛനെ കാണാൻ ഒരു മാസമായി ജീവിച്ചിരിപ്പുണ്ടാവും. അച്ഛനെ കണ്ടില്ലെന്ന് പരാതി കൊടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരെന്നെ വിരട്ടി. ഞാൻ ആകെ പേടിച്ചു പോയി. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. അച്ഛനില്ലാതെ എപ്പോഴാ വിഷമമായത്? മാതാപിതാക്കൾ നമ്മളെ വിട്ടുപിരിയുമ്പോഴാണ് അവരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് അനാഥ ബോഡി ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഭയന്നുപോയി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനല്ല, ഭാഗ്യം. ഒരു മേഖലയെ തകർത്തു കളഞ്ഞ മലയിടിച്ചിലിന്റെ തീവ്രത എത്രത്തോളമെന്ന് ഈ ദൃശ്യങ്ങൾ പറയും. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമമായ ഉപ്പുതോടിനെ അത്രയധികം തകർത്തു കളഞ്ഞു ഈ മലയിടിച്ചിൽ. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? ജയ, എനിക്ക് നാളെ മക്കളുടെ അടുത്തുനിന്ന് പോകണം. അവിടെ എല്ലാം ഉള്ളു പൊട്ടിയതാണ് TV കണ്ടത്. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണം. നീ എന്നെ ബൈക്കിലൊന്നും കൊണ്ടുപോയാക്കണം. ശരി, പക്ഷേ ഉരുളി പൊട്ടി വഴിയെല്ലാം പോയി കിടക്കുവാണല്ലോ. എങ്ങനെ പോവും? ശരി, എങ്ങനെയെങ്കിലും നമുക്ക് പോവാം. അപ്പോഴേ നീ രാവിലെ ബൈക്ക് ഓട്ടി കൊണ്ട് പോവാം. ശരി ചേട്ടാ, ഞാൻ വരാം. എടാ രാജു, എന്താ ചേട്ടാ? എന്റെ മക്കൾ ഇവിടെ ഏതോ ഒരു ക്യാമ്പിലുണ്ടെന്ന് പറഞ്ഞു കിട്ടും. അതെവിടെയാന്ന് നിനക്കറിയാമോ? ഗവൺമെന്റ് LP സ്കൂളിലെ ക്യാമ്പിലാ. ആ, സർക്കാർ സ്കൂളോ? ആ, എനിക്കറിയാം. എന്നാ ശരി, ആയിക്കോട്ടെ ചേട്ടാ. എന്റെ മക്കള് എടാ, എന്റെ മക്കളെ വിളിക്കടാ. മക്കളെ,
കിട്ടിയല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എനിക്കൊരു കൂറയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. മക്കൾക്ക് അച്ഛന് വേണമെങ്കിലും അച്ഛന് മക്കളെ വേണ്ട.